വെൽക്കം ടു ഡി വ്ലോഗ്സ്. അപ്പോൾ ഇത് നമ്മുടെ സേവ് ദ ഡേറ്റ് പാർട്ട് 2 ആണ് കേട്ടോ. ഞാൻ ഇന്നലെ സേവ് ദ ഡേറ്റിൻ്റെ പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇന്നലെ രാവിലത്തെ ഷൂട്ടിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇതോടെ നമ്മുടെ സേവ് ദ ഡേറ്റ് വ്ലോഗ് കഴിയുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് കോസ്റ്റ്യൂം വരുന്നത്. ആശിൻ്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ലൈക്ക് സ്യൂട്ട് മോഡലാണ്. കൊച്ചി ഞങ്ങൾ വിടുകയാണ് കേട്ടോ. രാവിലത്തെ നമ്മുടെ ഷൂട്ട് ഫോട്ടോച്ചിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കൊച്ചിയിലുള്ള ചെറായി ബീച്ചിലോട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, ഉച്ചക്കത്തെ ലഞ്ച്. അപ്പോൾ ഞങ്ങൾ കുറേ തപ്പി നടന്നു കേട്ടോ. ഇവിടെ ഹോട്ടൽസ് ഒന്നും അധികം ഇല്ല. ഉള്ളതാണെങ്കിൽ നമ്മുടെ ടൈപ്പ് ഫുഡൊന്നും അല്ല. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ബിരിയാണി ആണെങ്കിലും നമ്മുടെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും കിട്ടിയതും കൊണ്ട് ഉണമ്പുരി എന്ന് പറയും പോലെ അങ്ങനെയല്ലായിരുന്നു. എന്തോ സംഭവം എന്തായാലും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്ടർ മെട്രോയിലാണ് കേട്ടോ പോയത്. ഇവിടെ നിന്ന് എവിടേക്കാണ് വാട്ടർ മെട്രോയിൽ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അതൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പോൾ എനിക്ക് ചെറിയ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ കയറുന്നത്. പക്ഷേ ഒന്നും അറിഞ്ഞില്ല കേട്ടോ. എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല. ഇത് സ്റ്റാർട്ടായപ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്തു. ഒന്നും അറിയാനേ ഇല്ല. എനിക്ക് ഫ്ലൈറ്റിൽ പോകുന്ന അത്രയും കൂടെ അറിയാനില്ല. അപ്പോൾ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്തു. ഇത് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ശരിക്കും വാവ് അടിച്ചു കേട്ടോ. അത്രയും അടിപൊളി, എന്താ സീനറി. ശരിക്കും ഈ സൂര്യനെ കണ്ടില്ലേ? ഏകദേശം സെൻട്രലായിട്ട് സൂര്യനും രണ്ട് സൈഡും വെള്ളവും പിന്നെ സൈഡിലായിട്ട് കുറേ മരങ്ങളും, എന്ത് ഭംഗിയാണെന്ന് അറിയാം. അതുവഴി പോകാനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് എങ്ങാണ്ടായിരിക്കും ഷൂട്ട് എന്ന്. പക്ഷെ അല്ലായിരുന്നു. അപ്പോൾ ചെറായി ബീച്ചിലോട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷേ അവിടെ നിന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിവേ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ബീച്ചിലോട്ട് പോവുകയാണ്. അതും കഴിഞ്ഞ് കുറച്ചേ പോകാനുള്ളൂ ആ ഒരു ബീച്ചിലോട്ട്. അങ്ങനെ ബീച്ചിലെത്തി നമ്മൾ ഷൂട്ട് തുടങ്ങി. ഒരു വൈറ്റ് ഷർട്ടും പാൻസും ആണ് കേട്ടോ ഇട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം അവർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഷൂട്ട് സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. ബീച്ചിലോട്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ മുടി ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചത് കേട്ടോ. കാരണം മുടി വെച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്കറിയാം. ഈ കാറ്റിൽ അടങ്ങി നിൽക്കത്തേയില്ല. പ്രത്യേകിച്ച് എൻ്റെ മുടി അധികം വെയിറ്റ് ഇല്ലാത്ത മുടിയാണ് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കും, തീരെ അടങ്ങി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ എനിക്ക് തോന്നിയിട്ടായിരിക്കും എല്ലാ കോസ്റ്റ്യൂമിൻ്റെ കൂടെയും മുടി വെച്ചിട്ടാൽ ശരിയല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലിപ്പ് ചെയ്ത് വെച്ചു. Good luck to you and a happy married life. Nice meeting you. Thank you so much. അവിടെ എവിടെയാണ് കാലിക്കറ്റ്? എന്നെ കല്യാണമല്ല.
പക്ഷേ ഹസ്ബൻഡ് എന്താ ചെയ്യണം? ശരി. നാട്ടിലെവിടെ? കാലിക്കറ്റ് എവിടെയോ? ശരി. അപ്പോൾ എന്തായാലും എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഗോഡ് ബ്ലെസ്. കാണാം കഴിഞ്ഞു. അങ്ങനെ ബീച്ചിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചു. തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച വീഡിയോയിലുള്ള പുള്ളിക്കാരി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ അല്ലേ? ബിഗ് ബോസിലുണ്ടായിരുന്ന ഋതുമന്ത്ര എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് കേട്ടോ. ഞങ്ങൾ ബീച്ചിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരും അവിടെ എന്തോ ഷൂട്ടിന് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി സംസാരിച്ചു, പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത്രയും. അത് കഴിഞ്ഞിതാ ഞങ്ങൾ ചായ അല്ല കേട്ടോ കുടിച്ചത്, സോറി മാറിപ്പോയി, മറ്റേ നാരങ്ങാ സോഡയാണ് കുടിച്ചത്. ഞാൻ ഉപ്പിട്ട നാരങ്ങാ സോഡയും കുടിച്ചു. അവർ സർബത്താണെന്ന് തോന്നുന്നു കുടിച്ചത്. പിന്നെ എനിക്കൊരു പരിപ്പടയും കൊണ്ടുതന്നു. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആതിരപ്പള്ളിക്ക് വിട്ടു. അടുത്ത ഷൂട്ട് ആതിരപ്പള്ളിയിൽ നിന്നാണ്. അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി, റൂമൊക്കെ എടുത്തു. റൂമും ഇതാണ് നമ്മുടെ എടുത്തിരിക്കുന്ന റൂം. അശിത അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇന്നിനി പരിപാടിയൊന്നുമില്ല, നേരെ പോയി കിടന്നുറങ്ങണം. വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇനി നാളെ രാവിലത്തെ ഷൂട്ടുമായിട്ട് കാണാം കേട്ടോ. ടാറ്റാ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഷൂട്ടിനായിട്ട് പോവുകയാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണി ആ ഒരു സമയം നമുക്ക് സ്പോട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊന്ന് നല്ല നേരത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ എനിക്ക് തുടങ്ങി. എനിക്ക് ഒരു വിധത്തിൽ പറ്റിച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സാണെങ്കിൽ എനിക്ക് കയ്യിലൊക്കെ പിടിച്ച് ഒതുക്കി നടക്കാൻ കുറച്ചുണ്ടായിരുന്നു ആ ഒരു സ്പോട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കിയാ വൈക്കല് അഭിയ വൈക്കലുണ്ടോ? ആ ചെരുപ്പ് ഇട്ടിട്ടേ അയ്യോ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് ചളിയൊക്കെ അടിച്ച് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ നടക്കുന്ന സ്ഥലത്തുമ്പേ കുറച്ച് പേടിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഡ്രസ്സാകെ നനഞ്ഞു പോവും. പിന്നെ എൻ്റെ ചെരുപ്പ് ഞാൻ കുറച്ച് ഹീൽസ് ഉള്ളതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവസാനം ഞാനത് ഊരി കൈ പിടിച്ചു കേട്ടോ. പിടിക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ പോയേനെ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് നമ്മുടെ സ്പോട്ടിൻ്റെ അടുത്തെത്തിയത്. ഇതാ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടോ? അവിടേക്ക് എത്തണം എന്നല്ല, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഷൂട്ടിംഗ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്.
ആ റൂം പോയിട്ടല്ലേ. പിന്നല്ലാതെ അന്നത്തെ നമ്മൾ കൊച്ചിനേക്കാൾ നമ്മൾ മെയിനായിട്ട് കണ്ടത് ആതിരപ്പള്ളിയാണല്ലോ. ആ അതാ പറഞ്ഞ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യിച്ച് അമ്മ ഇന്നലെ ഞാൻ ഇരുന്ന് തുന്നി റെഡിയാക്കിയതല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് എത്തിനല്ലേ. അബീസ് ഫോട്ടോഗ്രാഫി ബാക്കി കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അൽവാക്കേണ്ടി വരും. ഇതാ നടന്നു പോകുന്നു അബി തിരിഞ്ഞു വരും. അതാണ് ആ കിടക്കണ്ടാക്കുന്ന സാധനം. പിന്നല്ലാണ്ട് ഉന്നക്കായ. പിന്നെ കാട് മൊത്തം ചെടിയല്ലാണ്ട് പിന്നെ എനിക്ക് ഇവിടെ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ. കാട് മൊത്തം ഭയങ്കര ഫോറസ്റ്റ് ആണല്ലോ. അങ്ങനെയും പറയാം. അത് ചാണകം ചവിട്ടി പോണ്ട. യോ ഏതിലാ? കാറ്റടിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഗൈസ് 2 ദിവസത്തെ ഷൂട്ടും കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസമൊന്നും ഇല്ല കേട്ടോ. ഒരു ദിവസം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെയും വൈകിട്ടും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മാത്രം, അതായത് ഇന്ന് രാവിലെ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അശ്വിത നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഡിഗ്ഗിൽ കയറ്റേണ്ട തിരക്കിലാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് പിന്നെ ഇതാണല്ലോ മെയിൻ. പിന്നെ ചേട്ടനും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറേ വീഡിയോസൊക്കെ കിട്ടി. ഞങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഈ വ്ളോഗൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ടു അബീട്ടൻ. അങ്ങനെ ഇതാ നമ്മൾ പോവാണ്. കണ്ടത് ഡ്രീം വേൾഡ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് വല്ലതും കഴിക്കണമായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഞങ്ങളുടെ മുന്നിൽ സിജുവേട്ടനും നമ്മുടെ ക്യാമറ ചേട്ടന്മാരും ഉണ്ട്. അപ്പോൾ അവർ ഒരു സ്പോട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി ചെന്നു. അതാണ് വാസുവേട്ടൻ്റെ കട. അങ്ങനെ തന്നെയാണ് പേരെന്നാണ് എനിക്ക് ഓർമ്മ. എന്തായാലും വാസുവേട്ടനാണ്. അവിടുന്ന് അതൊരു ഫേമസ് കടയാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ പൊറോട്ട കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. വേറെ ഒന്നും കിട്ടാനില്ലായിരുന്നു. സമയവും കുറേ, എനിക്ക് 11:30 എങ്ങാണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതും കൊണ്ട് ഓണം പോലെ അങ്ങനെ എന്തോ അല്ലേ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് കോണൊക്കെ അതിനിടയ്ക്ക് ഒരു കോള് വന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പം മെയ്ഫ്ലവർ റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ എന്തൊരു ആശ്വാസം എന്നറിയോ. അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മെയ്ഫ്ലവറിൽ കയറിയിട്ട് നിങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചു. പക്ഷേ എനിക്ക് ബിരിയാണിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ. ബട്ട് ഞാൻ കുറേ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഞാനും ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും അത് തന്നെ ഓർഡർ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ
ഉണ്ടായിരുന്നു